ಹಾಯ್ ಫ್ರೆಂಡ್ಸ್, ಎಲ್ಲರೂ ರಾತಲ್ಲಿ ನಾನು ಕೂಡ ರಾತ ಇಂಡ ತನ್ನ ರೆಸಿಪಿ ಹಂಚಿದಂಗೆ ഒരു ഇറച്ചി പത്തറ് ആക്കാറില്ലേ അതാക്കാം ചെന്നിങ്ങ് മസാല പത്തറ് എങ്ങനെ ആക്കുറ നോക്കാം. ಅದಕ್ಕೆ ನಾನು ഒരു 1.5 ಪವರ್ ಹತ್ತಾರೆ ಇದು ചോറ് നോക്കുറു ಅನಂದರಿ ಬಕ್ಕಿಟ್ಟು ನನಗೆ ದಪ್ಪತ್ತಾರೆ ಅದು ಚೋರು ಹಾಕುರಿ ಎರ್ತೊಂಡ್ರೆ ಅದು ഒരു 1.5 ಪವರ್ ಹತ್ತಾರೆ ഒരു 5-6 ಗಂಟೆ ತೆಲ್ಲು ಬೆಪ್ಪ ತಂದಿಲ್ಲ ನಂಚಿ വെച്ചിട്ട് എടുത്തിട്ട് ನಾನು ಇದನ್ನು ಮಿಕ್ಸರ್ಗೆ ಇಟ್ಟು ಅರಕುವ. ಈಗ ಮಸಾಲೆ ಡಬ್ಬುಲ್ಗತ್ತು ಫಿಲ್ಲಿಂಗ್ ಬೇಕು ಇಕ್ಕರೆ ಅದಕ್ಕೆ ನಾನು ഒരു 200 ഗ്രാം ಹತ್ರ ಕೋಳಿ എടുത്തിട്ട് ചിക്കൻ എടുത്തിട്ട് ഉപ്പും പിന്നെ മഞ്ഞളുടെ പൊടി ഇട്ട് വേപ്പാട്ടിട്ട് ഇതിങ്ങനെ മിക്സർ എടുത്തില്ല ഇങ്ങനെ നല്ല വേപ്പാട്ടിട്ട് ഇതിങ്ങനെ പീസാക്കിയിട്ട് എടുക്കുന്നു ഞാർ പോലെ. അതിൽ പിന്നെ ಇದಕ್ಕೆ മസാലപ്പൊടി ഒരു നീരുള്ളി ഒരു ചെറിയ ടൊമാറ്റോ ഒരു കായ്മുളക് തെലുങ്ക് വേസപ്പ് ഇറച്ചിയുടെ പേസ്റ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേങ്ങ പിന്നെ സ്പൈസസ് ഇത് മഞ്ഞളുടെ പൊടി നല്ല മുളക് പൊടി ഒരു പീസ് പലാവ് ഇല ഇതിൽ പിന്നെ ജീരക കൊത്തമ്പരി ബടിസപ്പുറപ്പൊടി. ഇപ്പോൾ ഇതിൽ അരി ഇറക്കും ഫസ്റ്റിಗೆ പിന്നെ ഇങ്ങനെ അരി അരച്ചിട്ടേത്ത് ಇದಕ್ಕೆ ಎಲ್ಲ 10 ರೂಪಾಯಿ പിട്ട് പൊടി ഇരിക്കുന്നു നോക്കും അതിട്ടിട്ട് വെട്ടിയാക്കുന്നു പിട്ടത്തിൽ ചമ്മത്തിൽ വേണ്ട സಣ್ಣ അരിഞ്ഞിരുത് ഒരു ബണ്ണിൽ ഒരു ഇടത്തിൽ തെല്ല എണ്ണ വീത്തിട്ട് ഇത്ര മസാല ആക്കുക. നീരിലിടുക നീരിൽ ടൊമാറ്റോ ഇട്ടിട്ട് ಎಲ್ಲ മസാല റെഡിയാക്കുക. ചെറുതായിട്ടിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൽ ഇച്ചിരി പേസ്റ്റ് ഇടുക. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നല്ല മസാല ആവണം. ഇപ്പോൾ കോഴി വേപ്പാട്ടി വെച്ച് തന്നെ തെലുമുളുടെ പേസ്റ്റ് എടുത്ത് വീട്ടിട്ട് ഇരിക്കുക. നല്ല പേസ്റ്റ് പോലെ വട്ട് ಮಸಾಲೆ ಪೊಡಿಯೆಲ್ಲ ಇಡುವ ಇಟ್ಟು ಅದು ಮಿಕ್ಸ್ ಹಾಕೋ ಚಂದ. ಈ ತೇಂಗ ಇಡುವ ಇದಕ್ಕೆ ತೇಂಗ ಇಟ್ಟು ಇದು ಮಿಕ್ಸ್ ಹಾಕುವ. ಕೋಳಿ ಬೇಪಾಟಿ ಬೆಚ್ಚದು ಇದು ಇಡುವ ಇಟ್ಟು ಚಂದ ಮಿಕ್ಸ್ ಹಾಕುವ. ಮಸಾಲ ರೆಡಿ ಆಯಿತು. ಇದಕ್ಕೆ ಕ್ಯಾಪ್ಸಿಕಮ್ ಬೇನೆಂಗೂ ಇಡ നല്ല ടേസ്റ്റും ആവും ഇട്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ടിട്ടില്ല ഞാൻ. മസാല റെഡി ആയിട്ട് നാക്കുവ പത്തറ്. ഇതിപ്പോൾ അരപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ട് മസാലയ്ക്ക് ഇട്ട് അരിക്കും ഇട്ട് ഇത്ര പേര് നോക്കിയിട്ട് തെല്ല് മിക്സ് ആക്കിക്കൊണ്ട് വരുക. സമ്മതിട്ടില്ല തെല്ലിട്ടിങ്ങനെ ചെയ്യും. ചെറിയൊരു ഉണ്ട എടുത്തിട്ട് ഇങ്ങനെ ഇത് എന്താ അരിപ്പത്ര ആക്കറല്ലേ അങ്ങനത്തെ എല്ലാം മസാല എടുത്തിട്ട് ഇങ്ങനെ എടുക്കും. ഇട്ടിട്ട് ഇത് ഫുൾ കവറാക്കുന്നു. ഫുൾ കവറാക്കും ഇങ്ങനെ. ചെമ്മ അകലാക്കും എന്തില്ല തെല്ല് ഉപ്പലാക്കിയിട്ട് തെല്ലിങ്ങനെ ഇത്രയാക്കി മീയാവും. ഇതാക്കുക തെല്ല് മീയാവും. ഇഞ്ചിന് 3 ആക്കിയിട്ട് കഴിക്കുക. ഇത് തവ വെച്ചിട്ട് ഇതിങ്ങനത്തെ ചെമ്മ തപ്പാക്കും തീരെ കായില്ല ചെലുപ്പാക്കിയിട്ട് ഇങ്ങനെ ഇടുക. ഇപ്പോൾ ഒരു 3 കായിലത്ര ഇടുക. ഇങ്ങനെ കായറ്റത് തെൽ എണ്ണ വീത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് കാച്ചിട്ടെടുക്കുന്നു. കായറ്റിങ്ങനെ ഇപ്പോൾ എണ്ണയെല്ലാം ഇത് കായറ്റിങ്ങനെ ഒരു സൈഡ് കായുമ്പോഴത്തേക്കും തിരിച്ചിട്ട് ಇನ್ನೊಂದು സൈഡ് കാച്ചി തീർക്കണം. ഒരു സൈഡ് കായ ടർണാക്കിയിട്ട് ഇടണം. ഇതേപോലെ ടർണാക്കിയിട്ട് ഇട്ടാണ് എന്നിട്ട് ടർണാക്കിയിട്ട് ಇನ್ನೊಂದು സൈഡ് എന്താ കായറ്റ് ഇത് 3 കാഞ്ഞിട്ട് എടുക്കും. ഇത് ഇട്ടിട്ട് വേറെ ഇടുക. ഒരു 4 കായ്ക്കൊ വെച്ച
ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് കായ്ക്കുന്നു ഒരു സൈക്കിൾ കായുമ്പോൾ ടർണാക്കിയിടണം ടർണാക്കിയിട്ടേ ಎಲ್ಲ ಕಾಯಿ ತಿನ್ನು ಒಂದು ಪ್ಲೇಟಿಗೆ ಇಡುವುದು ನೋಡ್ಕೊಂಡು ഞങ്ങൾ ഇറച്ചി പത്ത് റെഡി ആയിട്ട് ചെന്ന് മസാല പത്ത് റെഡി ആയിട്ട് ഉള്ളിക്കെല്ല നല്ല ഫില്ലിങ് വന്നിട്ട് ഒരു കവർ പോലെ ഇട്ട് വെച്ചുണ്ട് എന്താ ഉള്ളിക്കെല്ലാം നല്ല ഫില്ലിങ് എല്ലാം ಬಂತು കവർ പോലെ ആയിട്ട് നല്ല ഉണ്ട് ബക്കറ്റ് പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ആക്കും വീഡിയോ ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ അടുത്ത് ലൈക്ക് ആക്കട്ടെ താങ്ക് യു ടേക്ക് കെയർ അസ്സലാമു അലൈക്കും